ജീവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു വന്നത് സത്യദൈവത്തെക്കുറിച്ച് അറിവ് തരുവാനാണ്. നാം സത്യദൈവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിച്ച് നിത്യജീവനിലെത്തുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ക്രിസ്തു തന്നെ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു വന്നത് എന്തിനാണ് എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ സത്യദൈവത്തെ തിരിച്ചറിയുവാൻ ഇടയാകണം. അതിനുവേണ്ടി സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് ക്രിസ്തു കടന്നു വന്നത്. ക്രിസ്തു വന്ന് നാം ആ ക്രിസ്തു വന്ന് പഠിപ്പിച്ച സത്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിൽ നിലനിൽക്കുന്നുണ്ടോ? ക്രിസ്തു തന്നെ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ ക്രിസ്തുവിൽ എങ്ങനെ നാം വിശ്വസിച്ച് എങ്ങനെ ക്രിസ്തുവിലായിത്തീർന്ന് നമുക്ക് നിത്യജീവനിലെത്താൻ കഴിയും എന്ന് നാം തന്നെ ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നാം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ആ വചനപ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, ഓരോ വചനം തള്ളിക്കളയാതെ എല്ലാ വചനവും സ്വീകരിച്ച് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.